കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ നാടൻ വിഭവമായ മുളകൂശ്യമാണ് തയ്യാറാക്കാൻ പോകുന്നത്. ചേനയും വാഴക്കയും ചേർന്നുള്ള ഒരു സ്പെഷ്യൽ മുളകൂശ്യമാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ വാഴക്ക നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒന്നിൽ നേന്ത്രക്കായ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഞാലി, അല്ലെങ്കിൽ പാളയംതോടൻ. മുളകൂശ്യം തയ്യാറാക്കുന്നതിനായി ഒരു 150 ഗ്രാം ചേനയും 150 ഗ്രാം ഞാലിപ്പൂവൻ കായും കൂടി നുറുക്കിയെടുത്തതാണ് ഇത്. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് മുങ്ങിക്കിടക്കണ പോലെ വെള്ളം ഒഴിക്കണം കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. 2 വിസിൽ വരുത്താം ആദ്യം. ചേനയും വാഴക്കായും വെന്ത് തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം, അല്പം മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ് എന്നിവയിട്ട് നന്നായി ഒന്ന് ഇളക്കി വീണ്ടും ഒരു വിസിൽ നമുക്ക് വരുത്തിയെടുക്കാം. ഇതേപോലെ ഒന്ന് ഇളക്കുക. ഞാൻ അടുപ്പിൽ വെച്ചു. ഇതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കടുകും ജീരകവും കൂടി ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. കടുകും ജീരകവും ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി 2 കഷ്ണം വറ്റൽമുളകും ഒരു കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 50 ഗ്രാം നാളികേരം കൂടി ഇടുക. നാളികേരം ഞാൻ ചെറുതായി മിക്സിയിലൊന്ന് കറക്കി എടുത്തതാണ്. കാരണം നന്നായി എല്ലാം ഒരേപോലെ ഫ്രൈ ആകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതൊന്ന് നന്നായി ചുവക്കുന്നത് വരെ വറുത്തെടുക്കാം. നാളികേരം നന്നായി ചുവന്ന് കഴിഞ്ഞു. ഇനി നമുക്ക് വെന്ത കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചേനയ്ക്കും വാഴയ്ക്കും ഒക്കെ നല്ല വേവ് ഉള്ളത് കൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കണം. പക്ഷേ അത് വെന്ത് വരുമ്പോഴാണ്ട് ഒട്ടും വെള്ളം ഉണ്ടാവില്ല. കണ്ട പാകമായിട്ടുണ്ടാവും. ഇതിലേക്ക് ഇട്ട് ഇളക്കി കഴിഞ്ഞു. ഇതിൽ നാളികേരം അരച്ച് ചേർക്കാറില്ല. ഇങ്ങനെ വറുത്തിട്ടാൽ മാത്രം മതി ഈ മുളകൂശ്യത്തിന്. ഇതൊരു സ്പെഷ്യൽ മുളകൂശ്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത്. മുളകൂശ്യം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ തന്നെ നാടൻ മുളകൂശ്യം തയ്യാറാക്കി നോക്കുക. നാവിലെ സ്വാദ് മുകുളങ്ങളെ തട്ടി ഉണർത്താൻ ഇതിൽ പരം വേറെ എന്ത് കറി നമ്മളുടെ വീട്ടിൽ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ മുളകൂശ്യം തയ്യാറാക്കി നോക്കുക. ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.